ഡിയർ സ്റ്റുഡൻസ്, രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്ന ചാപ്റ്ററിൽ പേജ് നമ്പർ 91-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയും അതിനോട് 2 കൂട്ടിയതും തമ്മിൽ ഗുണിച്ചാൽ ഗുണനഫലം 168 കിട്ടും. സംഖ്യകൾ ഏതെല്ലാം? അപ്പോൾ നമ്മളോട് പറഞ്ഞത് ഒരു സംഖ്യയും അതിനോട് 2 കൂട്ടിയതും തമ്മിൽ ഗുണിച്ചാൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കുക? ആ സംഖ്യകളെ, ഒരു സംഖ്യയെ നമ്മൾ എക്സ് ആക്കി എടുക്കും. അതിനോട് 2 കൂട്ടിയതെന്ന് പറയുമ്പോൾ x+2 ആയിരിക്കും. ഇനി അവ തമ്മിൽ ഗുണിച്ചപ്പോൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് രണ്ടും കൂടി ഗുണിച്ചു കൊടുക്കുക. x × x+2 ഈക്വൽ ടു എത്രയാണെന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 168 ആണ്. ഒരു സംഖ്യയും അതിനോട് കൂടി 2 കൂട്ടിയതും തമ്മിൽ ഗുണിച്ചപ്പോൾ 168 കിട്ടി. സംഖ്യകൾ ഏതൊക്കെയാണ്? അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൽ നിന്നൊരു ഇക്വേഷൻ, ഒരു സമവാക്യം രൂപീകരിക്കണം. എക്സിൻ്റെ വില കണ്ടെത്തുക. എക്സിൻ്റെ വില കണ്ടാൽ നമുക്ക് സംഖ്യ ഏതാണെന്ന് കിട്ടും. പിന്നെ അതിനോട് കൂടി 2 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത സംഖ്യയും കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മളിവിടെ ഒന്ന് ബ്രാക്കറ്റ് ഒഴിവാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി എക്സും ഇൻറ്റു ചെയ്യുക, എക്സും 2ഉം ഇൻറ്റു ചെയ്യുക. എക്സും ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? എക്സ് ഇൻറ്റു എക്സ്, x². പിന്നെ എക്സും 2ഉം കൂടി ഗുണിച്ചു കൊടുത്താൽ സെൻറ്ററിൽ പ്ലസ് ചിഹ്നം ഇട്ട് കൊടുക്കണം, 2x എന്ന് കിട്ടും. ഈക്വൽ ടു 168. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ ഒരു വർഗ്ഗം തികയ്ക്കുന്ന രീതിയിൽ ചെയ്യുകയാണ് വേണ്ടത്. ഒരു x² ടേമുണ്ട്, എക്സിൻ്റെ ടേമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ ടേമിൽ നിന്ന് അവിടെ നിന്ന് നമ്മൾ ആ സംഖ്യ, എക്സിൻ്റെ കൂടെയുള്ള സംഖ്യ, എക്സിൻ്റെ ഗുണകം എടുക്കുകയാണ്. അത് എത്രയാണ്? 2 ആണ്. എക്സിൻ്റെ കൂടെയുള്ള സംഖ്യ 2. അതിൻ്റെ പകുതി കാണണം. പകുതി കാണുക പറഞ്ഞാൽ 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് 1 കിട്ടും. ആ ഹരിച്ച് കിട്ടിയ സംഖ്യേൻ്റെ സ്ക്വയറാണ് നമ്മൾ ഈ സമവാക്യത്തിൻ്റെ ഇരുവശങ്ങളിലും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ x² + 2x + 1. 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. അപ്പോൾ അതവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ സമവാക്യത്തിൻ്റെ മറ്റേ വശത്തു നമ്മൾ എന്ത് ചെയ്തു? 168 + 1 ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി നമ്മൾ അതിനൊരു പൂർണ്ണവർഗ്ഗമാക്കി എഴുതുകയാണ്. അപ്പം എങ്ങനെ നമ്മൾ പൂർണ്ണവർഗ്ഗമാക്കി എഴുതുക? ഈ ഫസ്റ്റും ലാസ്റ്റും ഉള്ളതിൻ്റെ സ്ക്വയറുകൾ ഒഴിവാക്കിയിട്ട് എഴുതണം. അപ്പോൾ x² നമ്മൾ സ്ക്വയർ ഒഴിവാക്കി എഴുതിയാൽ x. ഇനി നമ്മൾ ഇവിടെ ഉണ്ട് ഈ ചിഹ്നം ഏതാണ്, ഈ സൈൻ ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കുക. അവിടെ എക്സിൻ്റെ സൈൻ എന്താണെന്ന് നോക്കണം. +2x എന്നുള്ള അവിടെ പ്ലസ് ആണുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയും പ്ലസ് ഇട്ട് കൊടുക്കും. ഇനി ലാസ്റ്റത്തെ സംഖ്യ 1 ആണ്. അപ്പോൾ അത് സ്ക്വയർ ഒഴിവാക്കിയാലും 1 തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ x+1² ഈക്വൽ ടു സമത്തിൻ്റെ അപ്പുറത്ത് 169 ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ x+1² സ്ക്വയർ ഒഴിവാക്കും. സ്ക്വയർ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വർഗ്ഗമൂലം കാണുകയാണ്. അപ്പോൾ അത് x+1 എന്ന് എഴുതുമ്പോൾ അപ്പുറത്തുള്ള സംഖ്യേൻ്റെ എന്താ നമ്മൾ കാണേണ്ടത്? റൂട്ട് കണ്ടുകൊടുക്കണം. x+1 ഈക്വൽ ടു √169. അപ്പോൾ ഈ 169-ന് 2 വാല്യൂസ് ഉണ്ടാവും. √169-ന് 2 വാല്യൂസ് ഉണ്ടാവും, ±13. നമ്മൾ അങ്ങനെ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്താ ഈ √169 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ? ഏത് സംഖ്യയെ 2 തവണ ഗുണിക്കുമ്പോഴാണ് നമുക്ക് 169 കിട്ടുന്നത്? അതാണ് ഈ √169 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഗുണിച്ച് നോക്കുക. 13ഉം ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? 169 ആണ് കിട്ടുന്നത്. അതുപോലെ -13ഉം ഗുണിച്ചാലും നമുക്ക് എത്രയാണ് കിട്ടുക? 169 കിട്ടുക. അപ്പോൾ √169 എന്നുള്ളതിന് 2 വിലകളുണ്ടാവും. +13 എന്ന് കൊടുക്കുക, നമുക്ക് -13 എന്ന് കൊടുക്കുക. അതാണ് ഇങ്ങനെ നമ്മൾ റൂട്ട് കാണുമ്പോൾ 2 വാല്യൂസ് എടുക്കുന്നത്. +or-13 എന്ന് കിട്ടി. അപ്പോൾ അത് രണ്ടും നമ്മളൊന്ന് മാറ്റി എഴുതുകയാണ്. ആദ്യം തന്നെ x+1 ഈക്വൽ ടു 13 എന്ന് എഴുതി കൊടുക്കുക. x+1 ഈക്വൽ ടു +or-13ൻ്റെ 2 വാല്യൂസ് നമ്മൾ വേറെ ആയിട്ടൊന്ന് വേർതിരിച്ച് എഴുതുകയാണ്. x+1 ഈക്വൽ ടു 13 എന്ന് എഴുതി, x+1 ഈക്വൽ ടു -13 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി എക്സിനെ മാത്രം നിർത്തി 1ന് സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സമത്തിൻ്റെ അപ്പുറത്ത് ഓൾറെഡി 13 ഉണ്ട്. ഈ +1 അങ്ങോട്ട് എത്തുമ്പോൾ എന്താവും? -1 ആവും. അപ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. അപ്പോൾ ഒരു സംഖ്യ എക്സ് നമുക്ക് 12 എന്ന് കിട്ടി. അപ്പോൾ അടുത്ത സംഖ്യ നമ്മൾ ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതിനോട് 2 കൂട്ടിയതാണ്. അപ്പോൾ എക്സ് 12 ആകുമ്പോൾ അടുത്ത സംഖ്യ എന്താ ഉണ്ടാവും? 12നോട് കൂടി 2 ആഡ് ചെയ്താൽ നമുക്ക് 14 കിട്ടി. അപ്പോൾ സംഖ്യകൾ 12, 14 നമുക്ക് അവിടെ കിട്ടി. അടുത്തത് നോക്കുക. ഇനി x+1 ഈക്വൽ ടു നമ്മൾ -13. ഈ കണ്ടീഷനിലാണെങ്കിൽ എക്സ് എത്രയെന്ന് കണ്ടുപിടിക്കണം.
അപ്പോൾ എക്സിനെ മാത്രം അവിടെ നിർത്തി +1 സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സമത്തിൻ്റെ അപ്പുറത്ത് ഓൾറെഡി -13 ഉണ്ട്. ഈ +1 എന്നുള്ളത് അപ്പുറത്തെത്തുമ്പോൾ -1 ആവും. അപ്പോൾ -13 -1 നമുക്ക് എന്താ കിട്ടുക? രണ്ട് സംഖ്യകളും ആഡ് ചെയ്തിട്ട്, രണ്ട് നെഗറ്റീവ് സംഖ്യകളാണ്, രണ്ടും ആഡ് ചെയ്തിട്ട് നമ്മൾ നെഗറ്റീവ് എന്നിട്ട് കൊടുക്കും. അപ്പോൾ x = -14 നമുക്ക് കിട്ടി. അപ്പോൾ അടുത്ത സംഖ്യ എന്തായിരിക്കും? -14 + 2. ഇത് നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. x + 2 ആണ് അടുത്ത സംഖ്യ. അപ്പോൾ -14 + 2 എന്ന് പറയുമ്പോൾ വലുതിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. 14ന്ന് 2 മൈനസ് ചെയ്താൽ 12 എന്ന് കിട്ടും. ഇവിടെ വലുതിൻ്റെ ചിഹ്നം എന്താണ്? മൈനസ് ആണ്. അപ്പോൾ -14 -12 എന്നാണ് നമുക്ക് രണ്ട് സെറ്റ് സംഖ്യകൾ ഇവിടെ കിട്ടി. 12, 14, അതുപോലെ -14ഉം -12ഉം. അപ്പോൾ ഇവ തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 168 എന്നാണ് കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 91 തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ട് സംഖ്യകളുടെ തുക 4ഉം ഗുണനഫലം 2ഉം വരുന്ന സംഖ്യകൾ കണ്ടുപിടിക്കുക. അപ്പോൾ രണ്ട് സംഖ്യകളുണ്ട്, അവ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 4ആണ് കിട്ടുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ x ആക്കിയെടുക്കുക. ഒരു സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യണം? x ആക്കിയെടുക്കുക. അപ്പോൾ മറ്റേ സംഖ്യ എന്തായിരിക്കും ഉണ്ടാവുക? 4 - x ആണ് ഉണ്ടാവുക. ഇപ്പോൾ രണ്ട് സംഖ്യകൾ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ എക്സും y ആണെന്ന് വിചാരിക്കുക. x + y = 4. അപ്പോൾ ഒരു സംഖ്യയെ നമ്മൾ x ആക്കിയെടുത്താൽ അടുത്ത സംഖ്യ, ഈ y എന്ന് പറഞ്ഞ സംഖ്യ എത്ര ഉണ്ടാവുക? 4ന്ന് നമ്മൾ x മൈനസ് ചെയ്ത് എടുക്കുക ചെയ്യുക. 4 - x. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്ത്? ഒരു സംഖ്യ x ആയെടുത്ത്, അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ 4 എന്ന് പറഞ്ഞാൽ അടുത്ത സംഖ്യ എന്തായിരിക്കും? 4 - x ആയിരിക്കും. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞ അവയുടെ ഗുണനഫലം 2 എന്നാണ്. അപ്പോൾ ഈ എക്സും 4 - x കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ, ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 2 എന്ന് കിട്ടണം. അപ്പോൾ ആ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ആദ്യം സമവാക്യം രൂപീകരിക്കണം. അപ്പോൾ അത് എഴുതി കൊടുത്തു. രണ്ടും കൂടി ഗുണിച്ചാൽ നമുക്ക് 2. x × 4 - x = 2. ഇനി ബ്രാക്കറ്റ് ഒഴിവാക്കുക. അപ്പോൾ എക്സും 4ഉം കൂടി ആദ്യം ഗുണിച്ചു കൊടുത്തു. 4x. ഇനി അവിടെ സെൻറ്ററിലുള്ള ആ സൈൻ മൈനസ് ആണ്, അതുകൊണ്ട് ഇവിടെ നമ്മൾ മൈനസ് ആണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ x × x ഗുണിക്കണം ഇനി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x². അപ്പോൾ 4x - x² = 2 എന്ന് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് വർഗ്ഗം തികയ്ക്കുന്ന മെത്തേഡിലാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ x² ടേമാണ് നമുക്ക് വേണ്ടത്, പിന്നെ എക്സിൻ്റെ ടേം, അങ്ങനെയാണ് നമ്മൾ എഴുതി കൊടുക്കുക. അപ്പോൾ ആദ്യം ഈ -x² ഞാനൊന്ന് ആദ്യം എഴുതുകയാണ്. -x². പിന്നെ എക്സിൻ്റെ ടേം അവിടെ 4x ആണ്, അത് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? +4x = 2. അപ്പോൾ സാധാരണ നമ്മൾ വർഗ്ഗം തികയ്ക്കുന്ന രീതിയിൽ എഴുതുമ്പം ഈ x² കൂടെ x² പോസിറ്റീവ് ഉണ്ടാവില്ല, മൈനസ് ഉണ്ടാവാറില്ല x² കൂടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ x² മൈനസ് അവിടെ നിന്ന് കളയണം. നമ്മൾ മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻസിലൊന്നും x² കൂടെ എന്തില്ല? x² പോസിറ്റീവ് ആയിരുന്നു അല്ലേ, മൈനസ് അല്ലായിരുന്നു. പക്ഷേ ഇവിടെ മൈനസ് ആണ്. അപ്പോൾ നമ്മൾ ആ മൈനസ് കളയണം. അപ്പോൾ ഈ മൊത്തമായിട്ട് ഈ സമവാക്യത്തിൻ്റെ മൊത്തം സൈനും നമ്മൾ മാറ്റി കൊടുക്കണം. അപ്പോൾ അതിനൊരു -180 ഗുണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എന്താവും? എല്ലാത്തിൻ്റെ സൈനും മൈനസ് ഉള്ളതൊക്കെ പ്ലസ് ആവും, പ്ലസ് ഉള്ളതൊക്കെ എന്താവും? മൈനസ് ആവും. അപ്പോൾ -x² എന്നുള്ളത് നമ്മൾ പോസിറ്റീവ് x² എന്നെടുത്ത്, ഈ +4x എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്? -4x. ഈ സമത്തിൻ്റെ അപ്പുറത്ത് പോസിറ്റീവ് 2 ആണുള്ളത്. അപ്പോൾ നമ്മൾ ഈ സൈന് മാറ്റുമ്പോൾ മൊത്തം മൈനസ് മാറും. അപ്പോൾ അപ്പുറത്തുള്ളത് എന്തായി? പോസിറ്റീവ് എന്നുള്ളത് നെഗറ്റീവ് എന്നായി. ഇനി നമുക്ക് നമ്മുടെ വർഗ്ഗം തികയ്ക്കുന്ന രീതിയിൽ ചെയ്യാം. അതിനുവേണ്ടി എക്സിൻ്റെ കൂടെയുള്ള സംഖ്യ എടുക്കുക. അത് എത്രയാണെന്ന 4 ആണ്. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടി. ഇനി ആ ഹരിച്ചപ്പോൾ 2 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ സംഖ്യയുടെ സ്ക്വയറാണ് കാണുക. അപ്പോൾ 2² അതാണ് നമ്മൾ ഈ സമവാക്യത്തിൻ്റെ ഇരുവശങ്ങളിലും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പൂർണ്ണവർഗത്തിൻ്റെ രീതിയിലേക്ക് എഴുതണമെങ്കിൽ നമ്മൾ ഒരു സംഖ്യ ആഡ് ചെയ്ത് കൊടുക്കണം. ആ ആഡ് ചെയ്യേണ്ട സംഖ്യയാണ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എക്സിൻ്റെ കൂടെയുള്ള സംഖ്യ എടുക്കുക, അതിനെ 2 കൊണ്ട് ഹരിക്കുക. ഏത് സംഖ്യയാണെങ്കിലും എക്സിൻ്റെ കൂടെയുള്ള സംഖ്യ ഏതാണോ ആ സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഹരിച്ച് കിട്ടുന്ന ആ സംഖ്യയുടെ സ്ക്വയറാണ് നമ്മൾ ഇരുവശങ്ങളിലും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സമവാക്യത്തിൻ്റെ ഇരുവശങ്ങളിലും നമ്മൾ 2² ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ ഈ സമത്തിൻ്റെ അപ്പുറത്ത് -2 + 2² എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? -2 + 4 എന്ന് കിട്ടും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ വലുതിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇടുക. അപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇനി നമ്മൾ ഇപ്പോൾ നമുക്ക് കിട്ടിയത് x² - 4x + 2² = 2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ അതെന്തായി മാറും? ഇതിനെ ഇനി നമുക്ക് പൂർണ്ണവർഗമാക്കി എഴുതണമെങ്കിൽ
ഫസ്റ്റും ലാസ്റ്റും ഉള്ളതിൻ്റെ സ്ക്വയർ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ എഴുതുക. അപ്പോൾ എക്സ് സ്ക്വയർ ഇല്ലാതെ എഴുതി എക്സ്. ഇനി നമ്മൾ സൈൻ ഇടേണ്ടത്, ചിഹ്നം ഇടേണ്ടത് ഇവിടെയുള്ള ഈ ചിഹ്നമാണ്, അത് മൈനസ് ആണ്, അതുകൊണ്ട് മൈനസ് ഇട്ട് കൊടുത്തു. ഇനി ലാസ്റ്റിൽ ഇത് 2 സ്ക്വയർ ആണ്, അപ്പോൾ അത് സ്ക്വയർ ഇല്ലാതെ എഴുതി x-2, എന്നിട്ട് ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൊടുക്കും. അപ്പോൾ സമത്തിൻ്റെ അപ്പുറത്ത് നമുക്ക് 2 ആണുള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക, ഈ സ്ക്വയർ ഒഴിവാക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, വെറും x-2 ഈക്വൽ ടു √2 എന്നാണ് കിട്ടുക. അപ്പോൾ ഈ 2ന് റൂട്ട് ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ എന്ത് എഴുതി കൊടുക്കണം, +or-√2. ഇപ്പോൾ √4 എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് +or-2 എന്ന് എഴുതും. പക്ഷേ ഇവിടെ ഈ 2ന് എന്തില്ല, റൂട്ട് ഇല്ല. അതുകൊണ്ട് +or-√2 തന്നെ എഴുതി കൊടുക്കും നമ്മൾ. അപ്പോൾ അവിടെ 2 വാല്യൂസ് കിട്ടും. x-2 ഈക്വൽ ടു +√2 എന്നും കിട്ടും. x-2 ഈക്വൽ ടു -√2 എന്നും കിട്ടും. നമ്മൾ പ്ലസ് ഓർ മൈനസ് എടുക്കുമ്പോൾ ഇങ്ങനെ 2 വാല്യൂസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ അത് രണ്ടൊന്നും കൊണ്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇനി നമ്മൾ എക്സിനെ മാത്രം അവിടെ നിർത്തുക, -2നെ അങ്ങോട്ട് കൊണ്ടുപോവുക സമത്തിൻ്റെ അപ്പുറത്തേക്ക്. അപ്പോൾ അതെന്താവും, മൈനസ് എന്നുള്ളത് പോസിറ്റീവ് എന്നാവും അല്ലേ. അപ്പോൾ 2 + √2 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് അവിടെ കിട്ടി 2 + √2. അപ്പോൾ രണ്ടാമത്തെ സംഖ്യ എന്താണ്, ഒരു സംഖ്യ കിട്ടിയ രണ്ടാമത്തെ സംഖ്യ എന്താണെന്ന് നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്, 4 - x ആണ്. അപ്പോൾ ഇവിടെ എക്സ് നമുക്ക് കിട്ടിയ 2 + √2 എന്നാണ്. അപ്പോൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 4 - എന്നുള്ളത് അതേപോലെ എഴുതിയിട്ട് എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്താ കൊടുക്കുക, 2 + √2 എന്ന് കൊടുക്കും. അപ്പോൾ 4 - ബ്രാക്കറ്റിൽ 2 + √2 എന്നുണ്ട്. അപ്പോൾ ഈ മൈനസ് ഈ 2നും ബാധകമാണ്, ഈ √2നും ബാധകമാണ്. നമ്മൾ ഇവിടെയുള്ള ബ്രാക്കറ്റ് ഒഴിവാക്കിയിട്ട് ചെയ്യുമ്പോൾ ഇവിടെയുള്ള മൈനസ് ബ്രാക്കറ്റിനുള്ളിലുള്ള 2നും ബാധകമാണ്, √2നും ബാധകമാണ്. അപ്പോൾ അവിടെ എന്താവും, 2ന് നമ്മൾ -8 ഇൻറ്റു ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ 4 - 2, പിന്നെ ഇവിടെയുള്ള മൈനസും ഈ √2ന് ഒരു പ്ലസ്സും ഉള്ളത്, ആ മൈനസും പ്ലസ്സും ചെയ്യുമ്പോഴും എന്തെന്നായി മാറും, -√2 എന്നായി മാറും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ നിന്ന് പെട്ടെന്ന് എങ്ങനെ മൈനസ് ഇവിടെ വന്നതെന്ന് നിങ്ങൾ കരുതും. അപ്പോൾ നമ്മളിവിടെ ബ്രാക്കറ്റ് ഒഴിവാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള മൈനസ് 2നും ബാധകമാണ്, +√2നും ബാധകമാണ്. അപ്പോൾ അത് രണ്ടും എന്തായി മാറി, മൈനസായി മാറി. ഇനി 4ന്ന് 2 മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 2 എന്ന് കിട്ടി. പിന്നെ ബാക്കിയുള്ളത് -√2 എന്നാണ്. അപ്പോൾ 2 - √2. അപ്പോൾ ഒരു സംഖ്യ എക്സ് എന്ന് പറഞ്ഞാൽ 2 + √2 ആണ്. അടുത്ത സംഖ്യയാണ് നമ്മൾ കിട്ടിയത് 2 - √2 ആണ്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, തുക 4ഉം ഗുണനഫലം 2ഉമായ 2 സംഖ്യകൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ 2 സംഖ്യകൾ 2 + √2 ആൻഡ് 2 - √2. അപ്പോൾ ഇത് രണ്ടും ഗുണിക്കുമ്പോൾ നമുക്ക് ആൻസർ 2 എന്നാണ് കിട്ടുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കണ്ടീഷനിലുള്ള സംഖ്യകളെ കണ്ടെത്തിയിട്ടുള്ളൂ. ഇനി ഇപ്പുറത്ത് വേറെ ഒന്നും കൂടി ഉണ്ട്, x-2 ഈക്വൽ ടു -√2 എന്നും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഈ എക്സിനെ മാത്രം ഇടാം, എക്സിനെ മാത്രം അവിടെ നിർത്തി -2നെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പം പോസിറ്റീവ് ആവും. അപ്പോൾ 2, ഈ 2നെ നമ്മൾ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ വെറും 2 എന്നായി, നെഗറ്റീവ് എന്നുള്ളത് വെറും 2 എന്നായി. പിന്നെ അവിടെ -√2 എന്ന് സമത്തിൻ്റെ അപ്പുറത്ത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ 2 - √2 എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വില അവിടെ കിട്ടി. അപ്പോൾ അടുത്ത സംഖ്യ എന്തായിരിക്കും, 4 - x ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് ഇനി ഇത് കൊടുക്കണം, 2 - √2 എന്ന്. അപ്പോൾ 4 ഇവിടെ അതേപോലെ എഴുതി, മൈനസ് എന്ന് പറഞ്ഞ സൈൻ അതേപോലെ ഇട്ടുകൊടുത്തു. എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, 2 - √2. അതാണ് 4 - 2 - √2. ഇനി അവിടെ ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസിനായിട്ട് 2നെയും ഗുണിക്കണം, -8 - √2നെയും ഗുണിക്കണം. അങ്ങനെയാണ് ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോൾ അവിടെയുള്ള 2 സംഖ്യകൾക്കും ആ മൈനസ് ബാധകമായിരിക്കും. അപ്പോൾ -8 നമ്മൾ ഇൻറ്റു ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 4 - 2, പിന്നെ ഈ മൈനസും -√2ൻ്റെ മൈനസും കൂടി ഗുണിക്കുമ്പോൾ അവിടെ എന്തായി മാറും, പ്ലസ് ആയി മാറും. അപ്പോൾ 4 - 2 + √2 എന്നാവും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ അതെന്താവും, 4ന്ന് 2 പോയാൽ 2, ബാക്കി എന്ത് ഇടുള്ളൂ, +√2 ആണുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ നമുക്ക് 2 വാല്യൂസ്, എക്സിന് 2 വാല്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എവിടെ മുതലാണ് തുടങ്ങുന്നത്, ഈ x-2 ഹോൾ സ്ക്വയറിൻ്റെ സ്ക്വയർ ഒഴിവാക്കിയപ്പോൾ നമുക്ക് x-2 ഈക്വൽ ടു √2 എന്നാണ് കിട്ടിയത്. അപ്പോൾ അതിനെ നമ്മൾ +or - √2 എന്ന് എഴുതും.
അപ്പോൾ നമുക്കവിടെ രണ്ട് വാല്യൂസ് കിട്ടും. x-2 ഈക്വൽ ടു പ്ലസ് റൂട്ട് 2 എന്നും അതുപോലെ x-2 ഈക്വൽ ടു മൈനസ് റൂട്ട് 2 എന്നും കിട്ടി. അപ്പോൾ അതിൽ നിന്ന് ആ രണ്ട് കണ്ടീഷനിലും നമ്മൾ എന്ത് കണ്ടെത്തണം? എക്സും കണ്ടെത്തണം. എക്സിൻ്റെ തൊട്ടടുത്തുള്ള സംഖ്യ ആയ 4 - എക്സും കണ്ടെത്തി. അങ്ങനെ രണ്ട് ജോഡി സംഖ്യകൾ നമുക്ക് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 91 തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. 99, 97, 95 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ എത്ര പദങ്ങൾ കൂട്ടിയാൽ 900 കിട്ടും? അപ്പോൾ ഇവിടെ എത്ര പദങ്ങൾ കൂട്ടിയാലാണ് 900 കിട്ടുക? തുക 900 കിട്ടുന്നത് ഇങ്ങനെയാണ്. അതൊന്ന് നമ്മൾ ആദ്യം തന്നെ ഒരു സമവാക്യം രൂപീകരിക്കണം. അപ്പോൾ ആദ്യം തന്ന കാര്യം ഒന്ന് അവിടെ എഴുതി വെക്കുക. തുകയാണ് നമ്മളോട് എന്ത് ചോദിച്ചത്? 900. തുക 900 കിട്ടണമെങ്കിൽ എത്ര നമ്പേഴ്സാണ് നമ്മൾ കണ്ടെത്തേണ്ടത്? അപ്പോൾ അവിടെ n ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ അവിടെ തുകയുടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. തുക കാണാനുള്ള തുകയുടെ ബീജഗണിത രൂപം കാണാനുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ നിന്ന് n കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ നമുക്കറിയാം. a/2 n² പ്ലസ് a/2 പ്ലസ് b ഇൻറ്റു n ആണ്. അപ്പോൾ അതിൽ നമുക്ക് എയും ബിയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ബീജഗണിത രൂപം അല്ലെങ്കിൽ nth ടേം കണ്ടെത്തണം. അപ്പോൾ തന്ന ശ്രേണി ഒന്ന് ആദ്യം അവിടെ എഴുതിക്കുക. അതാണ് നമ്മുടെ ശ്രേണി, സമാന്തര ശ്രേണി. 99, 97, 95 എക്സെട്ര സംഖ്യകൾ ഇങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആദ്യ പദം എഫ് എന്ന് പറഞ്ഞാൽ 99 ആണ്. പൊതുവ്യത്യാസം ഡി എന്ന് പറഞ്ഞാൽ രണ്ടാം പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുകയാണ്. 97 - 99. അപ്പോൾ നമുക്ക് കിട്ടുക ഇത് ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയാണ് നമ്മൾ കുറയ്ക്കുന്നത്. അപ്പോൾ വലുതെന്ന് ചെറുത് കുറച്ച് നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. ഇനി നമ്മളവിടെ ബീജഗണിത രൂപം കാണുകയാണ്. dn പ്ലസ് എഫ് മൈനസ് ഡി. ഇപ്പോൾ ഡി നമുക്ക് കിട്ടി -2 ആണ്. അപ്പോൾ -2n പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ ആദ്യ പദം 99 മൈനസ് ഡി എന്ന് പറയുമ്പോൾ വീണ്ടും -2. അപ്പോൾ രണ്ട് മൈനസ് അവിടെ വരുന്നുണ്ട്. 99 മൈനസ് -2 എന്ന് നമുക്ക് കിട്ടും. ഇവിടെ രണ്ട് മൈനസ് വരും. അത് ചെയ്യുമ്പോൾ നമുക്ക് -2n പ്ലസ് 99 അങ്ങനെ രണ്ട് മൈനസ് സെൻറ്ററിൽ വന്നാൽ അതെന്താവും? പ്ലസ് ആവും. അപ്പോൾ 99 പ്ലസ് 2 എന്ന് കിട്ടും. അപ്പോൾ എത്ര കിട്ടുക? 101 എന്നാണ് കിട്ടുക. അപ്പോൾ ഇത് dn പ്ലസ് എഫ് മൈനസ് ഡി ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ an പ്ലസ് ബി എന്ന മോഡലിലാണ് നമ്മുടെ ബീജഗണിത രൂപം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിൻ്റെ കൂടെയുള്ള സംഖ്യ a ആയിരിക്കും. b എന്ന് പറഞ്ഞാൽ n ഇല്ലാത്ത ടേം 101 ആയിരിക്കും. അപ്പോൾ എയും ബിയും കിട്ടിയാൽ നമുക്ക് തുകയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അത് ചെയ്ത് നോക്കാം. a ഈക്വൽ ടു -2 എന്ന് കിട്ടി. b ഈക്വൽ ടു 101 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ തുക ഈക്വൽ ടു 900 എന്നാണ്. അപ്പോൾ a/2 n² പ്ലസ് a/2 പ്ലസ് b ഇൻറ്റു n ഈക്വൽ ടു 900. ഇവിടെ a എന്ന് പറഞ്ഞാൽ ഇവിടെ പൊതുവ്യത്യാസമാണ്. ഇത് -2 ആണ്. അപ്പോൾ -2/2 ഇൻറ്റു n² പ്ലസ് ബ്രാക്കറ്റിൽ വീണ്ടും എന്ത് വരും? -2/2 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 101 ഇൻറ്റു n. n നമുക്കറിയില്ല, എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്നൊക്കെ അതേപോലെ തന്നെ ഇടണം. ഈക്വൽ ടു 900 കിട്ടും. ഇവിടെ ഒരു 0 കൂടി ഉണ്ട് കേട്ടോ. ഇനി -2/2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും നമുക്ക്? -1 n². അപ്പോൾ 1 എഴുതണമെന്നില്ല, നമ്മൾ -n² എന്ന് എഴുതി. പ്ലസ് ബ്രാക്കറ്റിൽ -2/2 എന്ന് പറയുമ്പോൾ -1 പ്ലസ് 101 ഈക്വൽ ടു 900. ഇത് ചെയ്യുമ്പോൾ -n² പ്ലസ് -1 പ്ലസ് 101 എന്നുള്ളത് എന്താവും? -n² പ്ലസ് 101 1 മൈനസ് ചെയ്തിട്ട് വലുതിന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? +100 എന്നാണ് കിട്ടുക. ഇവിടെയും പ്ലസ് ആണ്. ഈ ബ്രാക്കറ്റിനുള്ളത് ചെയ്യുമ്പോഴും നമുക്ക് പ്ലസ് ആണ് കിട്ടുക. -n² പ്ലസ് 100 ഈക്വൽ ടു 900 എന്ന് കിട്ടി. ഈക്വൽ ടു 900 എന്ന് കിട്ടും.
മൈനസ് എൻ സ്ക്വയർ പ്ലസ് 100n ഈക്വൽ ടു 900. അവിടെയാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ നമ്മൾ ഇനി വർഗ്ഗം തിരിക്കുന്ന മെത്തേഡിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ എൻ സ്ക്വയറിൻ്റെ കൂടെ, ഇവിടെ എക്സിന് പകരം എൻ ആണെന്നുള്ളൂ, വേറെ ചേഞ്ചസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എൻ സ്ക്വയറിൻ്റെ കൂടെയുള്ള മൈനസ് ഒഴിവാക്കണം. അപ്പം ഇക്വേഷൻ്റെ മൊത്തം സൈനും ചിഹ്നവും മാറ്റി കൊടുക്കണം. അപ്പോൾ നെഗറ്റീവ് ഉള്ളതൊക്കെ പോസിറ്റീവ് ആവും, പോസിറ്റീവ് ഉള്ളതൊക്കെ നെഗറ്റീവ് ആവും. ശരിക്കും നമ്മൾ -180 ഗുണിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൈനസ് എൻ സ്ക്വയർ എന്നുള്ളത് പോസിറ്റീവ് എൻ സ്ക്വയർ എന്നായി, പ്ലസ് 100n എന്നുള്ളത് മൈനസ് 100n എന്നായി. സമത്തിൻ്റെ അപ്പുറത്ത് പോസിറ്റീവ് 900 എന്നാണുള്ളത്, അപ്പോൾ അതെന്തായി, മൈനസ് 900 എന്നാവും. ഇനി നമ്മൾ വർഗ്ഗം തിരിക്കുന്ന രീതിയിൽ ചെയ്യുക. എന്നിൻ്റെ കൂടെയുള്ള സംഖ്യ എടുക്കുക. അത് എത്രയാണ്, 100 ആണ്. 100നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടുക, 50 ആണ് കിട്ടുക. ഇനി ആ കിട്ടിയതിൻ്റെ സ്ക്വയർ, 50 സ്ക്വയറാണ് നമ്മൾ സമവാക്യത്തിൻ്റെ ഇരുവശങ്ങളിലും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ സ്ക്വയർ മൈനസ് 100n പ്ലസ് 50 സ്ക്വയർ ഈക്വൽ ടു മൈനസ് 900 പ്ലസ് 50 സ്ക്വയർ. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പൂർണ്ണവർഗ്ഗമാക്കി മാറ്റി എഴുതണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റും ലാസ്റ്റും ഉള്ളതിനെ സ്ക്വയർ ഇല്ലാത്ത മെത്തേഡിൽ, സ്ക്വയർ ഇല്ലാത്ത രൂപത്തിൽ എഴുതണം. അപ്പോൾ ഇവിടെയുള്ള സൈന് മൈനസ് ആയതുകൊണ്ട് നമ്മൾ n മൈനസ് എന്നാണ് എഴുതുക. അപ്പോൾ n മൈനസ് 50 ഹോൾ സ്ക്വയർ ഈക്വൽ ടു സമത്തിൻ്റെ അപ്പുറത്ത് എന്താ ഉള്ളത്, മൈനസ് 900 പ്ലസ് 50 സ്ക്വയർ. 900, 50ൻ്റെ സ്ക്വയർ 2500 ആണ്. അത് നമുക്ക് എളുപ്പം കണ്ടെത്താം. 50 × 50 അല്ലേ. അപ്പോൾ 5 5 25, ഇവിടെയുള്ള 0യും 0യും 2 0യും കൂടി ഉണ്ടാവും. അപ്പോൾ 50ൻ്റെ സ്ക്വയർ 2500 ആണ്. അപ്പോൾ മൈനസ് 900 പ്ലസ് 2500 എന്നുള്ളത് വലുതിന്ന് ചെറുത് കുറച്ച് നമ്മൾ എന്ത് ചെയ്യും, വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കും. അപ്പോൾ 1600 എന്ന് കിട്ടും. n മൈനസ് 50 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1600 എന്ന് കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സ്ക്വയർ ഒഴിവാക്കും. അപ്പോൾ n മൈനസ് 50 ഈക്വൽ ടു റൂട്ട് ഓഫ് 1600. അപ്പോൾ 1600ൻ്റെ റൂട്ട് 40 ആണ്. റൂട്ട് കാണുമ്പോൾ നമ്മൾ പ്ലസ് ഓർ മൈനസ് ഇട്ട് കൊടുക്കണം, പ്ലസ് ഓർ മൈനസ് 40. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ n ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, n മൈനസ് 50 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 40 എന്നാണ് നമ്മൾ ചെയ്ത് വെച്ചത്. ഇതിൽ നിന്ന് 2 കണ്ടീഷൻ ഉണ്ടാവും നമുക്ക്. ഒന്ന് n മൈനസ് 50 ഈക്വൽ ടു 40 എന്ന് എഴുതണം, അടുത്തത് n മൈനസ് 50 ഈക്വൽ ടു മൈനസ് 40 എന്ന് എഴുതണം. അപ്പോൾ ഇവിടെ n-നെ മാത്രം ഇവിടെ നിർത്തി 50ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്താവും, മൈനസ് 50 എന്നുള്ളത് ഇവിടെ പ്ലസ് 50 എന്നുണ്ടാവും. 40 ഓൾറെഡി അവിടെ ഉണ്ട്, മൈനസ് 50 അപ്പുറത്തേക്ക് എത്തുമ്പോൾ പ്ലസ് 50 എന്നായി. അപ്പോൾ നമുക്ക് n ഈക്വൽ ടു 90 എന്ന് കിട്ടി. ഇനി അതേപോലെ n മൈനസ് 50 ഈക്വൽ ടു മൈനസ് 40 എടുക്കുമ്പോൾ n ഈക്വൽ ടു മൈനസ് 40 അപ്പുറത്ത് ഓൾറെഡി ഉണ്ട്, മൈനസ് 50 അപ്പുറത്തേക്ക് എത്തുമ്പോൾ എന്താവും, പ്ലസ് 50 എന്നാവും. ഈക്വൽ ടു വലുതെന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇടുക. അപ്പോൾ 50ന്ന് 40 മൈനസ് ചെയ്താൽ നമുക്ക് 10 എന്ന് കിട്ടും. വലുതിൻ്റെ ചിഹ്നം അവിടെ പോസിറ്റീവ് തന്നെയാണ്, അതുകൊണ്ട് 10 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എണ്ണമാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻസിലൊന്നും എണ്ണം കാണുമ്പോൾ ഈ 2 പ്ലസ് ഓർ മൈനസ് എന്നുള്ളത് എടുത്തിട്ടില്ലായിരുന്നു. കാരണം അവിടെ അത് ചെയ്യുമ്പോൾ എണ്ണം നമുക്ക് നെഗറ്റീവ് സംഖ്യ കിട്ടുന്നതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ നമ്മളിവിടെ ഈ മൈനസ് 40 എടുത്ത് ചെയ്തപ്പോഴും നമുക്ക് ലാസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ പോസിറ്റീവ് സംഖ്യ തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ട് അത് നമ്മൾ ശരിക്കും ചിന്തിച്ച് തന്നെ ചെയ്യണം. ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ലാസ്റ്റത്തെ സംഖ്യ നമുക്ക് നെഗറ്റീവ് 10 എടുക്കണമെങ്കിൽ നമ്മൾ ആ സംഖ്യ എടുക്കാൻ പാടില്ല, കാരണം അവിടെ എണ്ണം നെഗറ്റീവ് സംഖ്യ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ലാസ്റ്റ് കിട്ടിയ സംഖ്യ ഇവിടെ പോസിറ്റീവാണ് നമുക്ക് രണ്ടും കിട്ടിയത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, എത്ര സംഖ്യകൾ ആഡ് ചെയ്താലാണ് തുക 900 കിട്ടുന്നതെന്നായിരുന്നു ചോദ്യം. അപ്പോൾ ഇതിൽ നമ്മുടെ ശ്രേണി എന്ന് പറഞ്ഞാൽ ഇതാണ്, 99, 97, 95 എക്സെട്ര. ഇങ്ങനെ കുറഞ്ഞാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നെഗറ്റീവ് സംഖ്യകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നുകിൽ 90 പദങ്ങൾ കൂട്ടിയാൽ നമുക്ക് തുക എന്ത് കിട്ടും, 900 കിട്ടും. അല്ലെങ്കിൽ 10 പദങ്ങൾ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, 900 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 91 തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. 28 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കമ്പി വളച്ച് ഒരു ചതുരം ഉണ്ടാക്കണം. വികരണത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ ആയ ചതുരം ഉണ്ടാക്കാൻ കഴിയുമോ? അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ, വികരണത്തിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ആയ ചതുരം ഉണ്ടാക്കാൻ കഴിയുമോ? അതിൽ തന്നെ ഒരു സി ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, വികരണത്തിൻ്റെ നീളം 14 സെൻറ്റിമീറ്റർ ആയാലോ എന്ന്. അങ്ങനെ 3 ക്വസ്റ്റ്യൻസാണുള്ളത്. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ എയും ബിയും ഉള്ളൂ, പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്,
പേജ് നമ്പർ 91 തന്നെ നാലാമത്തെ ക്വസ്റ്റ്യനിലുള്ള സബ് ക്വസ്റ്റ്യനിൽ ഒരു സി ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വികരണത്തിൻ്റെ നീളം 14 സെൻറ്റിമീറ്റർ ആയാലോ. അപ്പോൾ ഇവിടെ ഒരു കമ്പി വളച്ചിട്ട് എന്ത് ചെയ്യാണ്, ഒരു ചതുരം ഉണ്ടാക്കുകയാണ്. ഒരു കമ്പി, നീളത്തിലുള്ള ഒരു കമ്പി ഉണ്ട്. അതിങ്ങനെ വളച്ചിട്ട് ഇതിങ്ങനെ വളച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ചതുരം ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ കമ്പിയുടെ നീളം നമുക്ക് തന്നിട്ടുണ്ട്, ഇത് 28 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ കമ്പി വളച്ചിട്ട് നമ്മളൊരു ചതുരമാക്കി മാറ്റിയാലും ഇവിടെ ആ കമ്പിയുടെ നീളം വ്യത്യാസമൊന്നും പെടുന്നില്ല. എത്ര തന്നെ ഉണ്ടാവുക, 28 ആണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ കമ്പിയുടെ നീളം 28 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ നമ്മുടെ ഈ ചതുരത്തിൻ്റെ ചുറ്റളവായിരിക്കും അവിടെ എന്ത്, ഈ 28 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിൽ തന്നത് കമ്പിയുടെ നീളം 28 മീറ്റർ എന്നാണ്. അപ്പോൾ ഇത് വളച്ചിട്ടാണ് നമ്മൾ ഈ ചതുരം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ 28 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും നമ്മുടെ ഈ ചതുരത്തിൻ്റെ ചുറ്റുമുള്ള അളവ് എത്രയായിരിക്കും, 28 ആയിരിക്കും. അപ്പോൾ കമ്പിയുടെ നീളം 28 ആണെന്ന് നമ്മൾ എഴുതി വെച്ചു. അപ്പോൾ ഈ ചതുരത്തിൻ്റെ ചുറ്റളവും എത്ര തന്നെയാണ്, 28 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷനാണ് 2 × നീളം + വീതി. അപ്പോൾ നീളത്തിന് നമ്മൾ ലെങ്ത്ത് എന്നുള്ള രീതിയിൽ L എന്ന് എടുക്കും, വീതിയെ നമ്മൾ ബ്രെഡ്ത്ത് എന്നുള്ള രീതിയിൽ B എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. അപ്പോൾ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2 × എന്താണ്, നീളം + വീതി ആണ്. അപ്പോൾ ഇതും എന്തുതന്നെ ആയിരിക്കും, ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാലും 28 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അത് ആദ്യം നമ്മൾ എഴുതി വെച്ചു. അപ്പോൾ അതിനൊരു നമ്മൾ ഇക്വേഷൻ ആക്കിയിട്ട് എഴുതുകയാണ്, 2 × നീളം + വീതി = 28. അപ്പോൾ ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഉള്ള 2നെ നമ്മൾ എന്ത് ചെയ്യുക, സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ 2ന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ, L + B, നീളം + വീതി = 28/2. 2നെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം എന്നാവും. അപ്പോൾ നമുക്ക് നീളവും വീതിയും കൂടി കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക, 14 എന്നാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ചതുരത്തിൻ്റെ നീളവും വീതിയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 14 ആയിരിക്കും. അപ്പം ഒരു സൈഡ്, നമ്മൾ ഈ ചെറിയ സൈഡ് നമ്മൾ എക്സ് ആക്കി എടുക്കുകയാണെന്ന് കരുതുക. ചതുരത്തിൻ്റെ ഈ വീതിയോ അല്ലെങ്കിൽ നീളമോ ഏതെങ്കിലും ഒന്ന് എക്സ് ആക്കി എടുക്കണം നമ്മൾ. അപ്പോൾ ഞാനിവിടെ വീതിയാണ് എക്സ് ആക്കിയെടുത്തത്. അപ്പോൾ നമ്മുടെ നീളം എന്തായിരിക്കും ഉണ്ടാവുക, നീളവും വീതിയും കൂടി കൂട്ടിയാൽ, വീതിയും നീളം കൂടി കൂട്ടിയാൽ നമുക്ക് 14 ആണ് കിട്ടുക. അപ്പോൾ ഒന്ന് എക്സ് ആയാൽ മറ്റേത് എത്ര ആയിരിക്കും, 14 - എക്സ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ചതുരത്തിൻ്റെ വീതിയെ നമ്മൾ ഒരു വശം നമ്മൾ എക്സ് സെൻറ്റിമീറ്റർ എടുത്തു, അപ്പോൾ മറ്റേ വശം 14 - എക്സ് സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ഇവിടെ നിന്ന് നമ്മൾ സമവാക്യം രൂപീകരിക്കണം. അപ്പം ഏത് രീതിയിൽ ചെയ്താലാണ് നമുക്ക് സമവാക്യം കിട്ടുക, ആ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒരു വികരണം വരച്ചു കൊടുത്തു. അപ്പോൾ നമുക്കറിയാം ഇതൊരു മട്ടത്രികോണായി മാറി. ഇതൊരു മട്ടത്രികോണായി മാറി. മട്ടത്രികോണത്തിൻ്റെ പാദമാണ് ഏത്, ഈ 14 - എക്സ്. ലംബമാണ് ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ, കർണമാണ് ഇവിടെ ഇത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വികരണത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ ആയി ഒരു ചതുരം ഉണ്ടാക്കാൻ കഴിയുമോ. അപ്പോൾ ചതുരത്തിൻ്റെ വികരണമാണ് ഇവിടെ 8 എന്ന് പറഞ്ഞത്. അത് നമ്മുടെ ചതുരത്തിൻ്റെ വികരണമാണ് ഈ 8 എന്ന് പറഞ്ഞത്. അത് നമ്മുടെ മട്ടത്രികോണത്തിൻ്റെ എന്തുമാണ്, കർണവുമാണ്. ശ്രദ്ധിക്കണം, നമ്മുടെ ചതുരത്തിൻ്റെ വികരണം 8 സെൻറ്റിമീറ്റർ ആയ ഒരു വികരണം നിർമ്മിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വികരണം 8 സെൻറ്റിമീറ്റർ എന്ന് എഴുതുക. അപ്പോൾ അത് ചതുരത്തിൻ്റെ വികരണമാണ്, പക്ഷേ നമ്മുടെ ഈ മട്ടത്രികോണത്തിൻ്റെ എന്താണ്, കർണമാണ്. അപ്പോൾ ഈ മട്ടത്രികോണത്തിൽ നിന്ന് നമുക്ക് എന്തറിയാം, പാദം സ്ക്വയർ + ലംബം സ്ക്വയർ = കർണം സ്ക്വയർ. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പൈതഗോറസ് സിദ്ധാന്തം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഒരു മട്ടത്രികോണം കിട്ടിയാൽ നമ്മൾ സമവാക്യം ഉണ്ടാക്കുക. ഏത് ആശയം വെച്ചിട്ടാണ്, പൈതഗോറസ് സിദ്ധാന്തം വെച്ചിട്ടാണ്. അപ്പോൾ പാദം സ്ക്വയർ + ലംബം സ്ക്വയർ = കർണം സ്ക്വയർ. അപ്പോൾ ഇവിടെ പാദം എന്ന് പറഞ്ഞാൽ എത്ര, 14 - എക്സ് ആണ്. 14 - എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ലംബം എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ = കർണം സ്ക്വയർ എന്ന് പറയുമ്പോൾ 8a². ഇതാണ് നമ്മുടെ എ ക്വസ്റ്റ്യൻ. വികരണത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ ആയി ഒരു ചതുരം ഉണ്ടാക്കാൻ കഴിയുമോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്താ കിട്ടുന്നത് നോക്കാം. അപ്പോൾ മനസ്സിലാവും അങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഇനി ഇത് ഈ 14 - എക്സ് ഹോൾ സ്ക്വയർ എന്നുള്ളത് ഏത് മോഡലിലാണ്,
എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന മോഡലാണ്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഫോം ആദ്യം എ സ്ക്വയർ, അത് ഇവിടെയുള്ള എൻ്റെ സ്ക്വയർ, പിന്നെ ഒരു മൈനസ് ഇട്ടിട്ട് 2 ഇൻറ്റു എയും ബിയും കൂടി ഗുണിച്ചു കൊടുക്കുക, 2ab. പിന്നെ പ്ലസ് ഇട്ടിട്ട് രണ്ടാമതുള്ളതിൻ്റെ സ്ക്വയർ ബി സ്ക്വയർ. അപ്പോൾ അതേ മോഡലിലാണ് നമ്മുടെ 14 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഉള്ളത്. അപ്പോൾ ആദ്യം എൻ്റെ സ്ഥാനത്ത് ഇവിടെ 14, ബീൻ്റെ സ്ഥാനത്ത് ഇവിടെ എക്സും ആണ്. അപ്പോൾ ആദ്യം 14ൻ്റെ സ്ക്വയർ, പിന്നെ നമ്മൾ മൈനസ് ഇട്ട് കൊടുത്തു. അവിടെ സെൻറ്ററിൽ മൈനസ് ആയതുകൊണ്ട് അവിടെ മൈനസ് ഇട്ട് കൊടുത്തു. 2 ഇൻറ്റു 14 ഇൻറ്റു എക്സ്, 2 ഗുണിക്കണം 14 ഇൻറ്റു എക്സ്. അപ്പോൾ അതിനെങ്ങനെ 2 ഇൻറ്റു എക്സ് ഇൻറ്റു 14 എന്ന് എഴുതിയാലും മതി. അങ്ങനെ എഴുതി കൊടുത്തു. പ്ലസ് പിന്നെ ഇനി ബീൻ്റെ സ്ഥാനത്ത് ഇവിടെ എക്സ് ആണുള്ളത്. അപ്പോൾ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ. പിന്നെ വീണ്ടും ആ ഇക്വേഷനിൽ ഒരു എക്സ് സ്ക്വയറും കൂടി ഉണ്ട്. അതാണ് നമ്മൾ അടുത്തത് എഴുതുന്നത്. പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു സമത്തിൻ്റെ അപ്പുറത്ത് 8 സ്ക്വയർ. അപ്പോൾ ഈ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഒക്കെ ശരിക്ക് മനസ്സിലാക്കി വെക്കണം. എങ്കിലേ നമുക്ക് ഇത് വിപുലീകരിക്കാനും ഷോർട്ട് ഫോമിലേക്ക് സ്ക്വയർ രൂപത്തിൽ എഴുതാനും ഒക്കെ സാധിക്കുള്ളൂ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 14ൻ്റെ സ്ക്വയർ, 14 ഇൻറ്റു 14 196 നീട്ടി. ഇനി 2 ഇൻറ്റു 14 28, അതിൻ്റെ കൂടെ തന്നെ ഒരു എക്സും ഉണ്ട്. അപ്പോൾ 28 എക്സ് നീട്ടി. ഈ എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2x സ്ക്വയർ ഈക്വൽ ടു 8ൻ്റെ സ്ക്വയർ 64. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു സമവാക്യം രൂപീകരിച്ച് വരികയാണ്. അതിൽ നിന്ന് എക്സ് കണ്ടെത്തണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം രണ്ടാംകൃതി സമവാക്യത്തിൻ്റെ പൊതുരൂപം, അതിൽ ആദ്യം എക്സ് സ്ക്വയറിൻ്റെ ടേം, പിന്നെ എക്സിൻ്റെ ടേം, പിന്നെ സംഖ്യ, ആ രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? 2x സ്ക്വയറിനെ ആദ്യത്തിലേക്ക് എഴുതി, പിന്നെ എക്സിൻ്റെ ടേം എഴുതി മൈനസ് 28x. പിന്നെ ഇവിടെ 196 ഉണ്ട്. ഈ 64നെ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ സമത്തിൻ്റെ അപ്പുറത്തേക്ക് എടുക്കുക, ഇപ്പുറത്തേക്ക് എടുക്കുക, അല്ലെങ്കിൽ 196നെ അങ്ങോട്ട് കൊണ്ടുപോയാലും മതി. അപ്പോൾ ഇവിടെ 2x സ്ക്വയർ മൈനസ് 28x പ്ലസ് 196 അവിടെ തന്നെ എഴുതി, 64നെ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് എടുത്തു. അത് സംഖ്യകളൊന്ന് ഒരുമിച്ചാക്കി ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. 196 മൈനസ് 64 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് 2x സ്ക്വയർ മൈനസ് 28x 196 64 മൈനസ് ചെയ്താൽ 132 കിട്ടും, ഈക്വൽ ടു 0. ഇനി ഇവിടെ നോക്കുക, ഇത് നോക്കുക. ഇവിടെയൊക്കെ നമുക്ക് ശരിക്കും വർഗം തേക്കുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എക്സ് സ്ക്വയറിൻ്റെ കൂടെ ഒന്നും ഉണ്ടാവാൻ പാടില്ല, അല്ലേ? എക്സ് സ്ക്വയറിൻ്റെ ഗുണകം 1 ആയിരിക്കണം. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ ഗുണകം 2 ആണ്. അപ്പോൾ ഇതിനൊക്കെ ഇക്വേഷന് നമുക്ക് മൊത്തമായിട്ടൊരു 2 കൊണ്ട് ഹരിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഒരു വലിയ ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ ചെറുതാക്കണം. ഇങ്ങനെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് അതിലുള്ള എല്ലാ ടേമിനെയും ഹരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഹരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് നമ്മൾ ഹരിക്കുമ്പോൾ ഇതിലുള്ള എല്ലാ ടേമിനെയും നമ്മൾ 2 കൊണ്ട് ഹരിച്ചു കൊടുക്കണം. അപ്പോൾ 2x സ്ക്വയറിനെ 2 കൊണ്ട് ഹരിച്ചാൽ എന്തായി? 2 അവിടെ ക്യാൻസലായി പോകും, വെറും എക്സ് സ്ക്വയർ ആവും. ഈ മൈനസ് 28xനെ 2 കൊണ്ട് ഹരിക്കുക പറഞ്ഞാൽ 28നെ 2 ആയിട്ട് ഹരിച്ചിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അവിടെ എഴുതും. അപ്പോൾ മൈനസ് 14x, 28നെ 2 കൊണ്ട് ഹരിച്ചാൽ 14x എന്ന് കിട്ടും. ഈ 132നെ നമ്മൾ എന്ത് ചെയ്യാണ്? 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 66 എന്ന് കിട്ടും. അപ്പോൾ വർഗം തികയ്ക്കുന്ന രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു എക്സ് സ്ക്വയറിൻ്റെ ടേമും പിന്നെ ഒരു എക്സിൻ്റെ ടേം മാത്രമേ പറ്റുള്ളൂ. സംഖ്യനെ നമ്മൾ എന്ത് ചെയ്യണം? സമത്തിൻ്റെ അപ്പുറത്തേക്കാണ് ഇടൽ സാധാരണ. അപ്പോൾ ആ 66നെ നമ്മൾ സമത്തിൻ്റെ അപ്പുറത്തേക്ക് ഇട്ടു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് 14x ഈക്വൽ ടു മൈനസ് 66. ഇനി വർഗം തേക്കുന്ന രീതിയിൽ ചെയ്യുക. അപ്പോൾ എക്സിൻ്റെ കൂടെയുള്ള സംഖ്യ എടുക്കുക, 14 ആണ്. 14നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 7 എന്ന് കിട്ടും. അപ്പോൾ 7 സ്ക്വയർ ഈക്വൽ ടു 49 എന്ന് കിട്ടും, അല്ലേ? 7 സ്ക്വയർ 49 ആണ്. അപ്പോൾ ഈ 7 സ്ക്വയർ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു സൈഡിൽ ആഡ് ചെയ്തു, അപ്പുറത്തെ സൈഡിലും ആഡ് ചെയ്തു. അപ്പുറത്തെ സൈഡിൽ ആഡ് ചെയ്തപ്പോൾ നമുക്ക് മൈനസ് 66 പ്ലസ് 49 എന്നാണ് കിട്ടിയത്. അപ്പോൾ അത് വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുമ്പോൾ നമുക്ക് അവിടെ മൈനസ് 17 എന്ന് കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഒരു പൂർണ്ണവർഗ്ഗമാക്കി എഴുതുകയാണ്. അപ്പോൾ ഫസ്റ്റും ലാസ്റ്റുള്ള അതിനെ നമ്മൾ സ്ക്വയർ ഇല്ലാതെ എഴുതി കൊടുക്കും. പിന്നെ സെൻറ്ററിലുള്ള സൈന് മൈനസ് ആണ്, അതുകൊണ്ട് എക്സ് മൈനസ് 7 ഹോൾ സ്ക്വയർ ഈക്വൽ ടു മൈനസ് 17 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ സ്ക്വയർ ഒഴിവാക്കുക എന്ന് കരുതുക. എക്സ് മൈനസ് 7 ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് മൈനസ് 17 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു നെഗറ്റീവ് സംഖ്യക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല? റൂട്ട് ഉണ്ടാവില്ല, സ്ക്വയർ റൂട്ട് ഉണ്ടാവില്ല. പൂർണ്ണവർഗ്ഗം നമ്മളൊരു പൂർണ്ണവർഗ്ഗം ഇങ്ങനെ ചെയ്യുമ്പോൾ സ്ക്വയർ ഒഴിവാക്കിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ നെഗറ്റീവ് സംഖ്യയാണ് കിട്ടുന്നത്.
നെഗറ്റീവ് സംഖ്യക്ക് എന്തുണ്ടാവില്ല, ഒരിക്കലും റൂട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് ഏത് കണ്ടീഷൻ വെച്ചാണ് ചെയ്തത്? ഇവിടെ വികരണത്തിൻ്റെ നീളം നമ്മൾ 8 സെൻറ്റിമീറ്റർ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വികരണത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ ആയി ചതുരം ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് ആ കണ്ടീഷൻ വെച്ച് നമ്മളിങ്ങനെ ചെയ്തു പോകുന്നതാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് x-7 ഒരു നെഗറ്റീവ് സംഖ്യേൻ്റെ റൂട്ട് ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ കമ്പി വളച്ച് വികരണത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ ആയ ഒരു ചതുരം ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇനി അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ ചോദിച്ചത്, വികരണത്തിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ആയി ഉണ്ടാക്കാൻ കഴിയുമോ? അപ്പോൾ നമ്മൾ ഈ ചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം എന്താക്കി എടുത്തു കൊടുക്കണം? 10 ആക്കിയിട്ട് ഇതേ മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ എന്ന മോഡലിൽ ചെയ്യുമ്പോൾ 14 - x ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 10 സ്ക്വയർ എന്ന് ചെയ്യണം. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന സംഖ്യ കറക്റ്റായിട്ട് ഒരു പൂർണ്ണസംഖ്യ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സിന് ഒരു വില കിട്ടിയാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പറയാം, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് പറയാം. അപ്പോൾ ഇതും അതേ മെത്തേഡിൽ ചെയ്യാണ്. ഇവിടെ 14 - x ഹോൾ സ്ക്വയറിനെ വിപുലീകരിച്ചപ്പോൾ നമുക്ക് ആദ്യം 14ൻ്റെ സ്ക്വയർ, പിന്നെ 2 × a × b എന്നാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ 2 × 14 × x, അപ്പം -28x. ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെയും മൈനസ് ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ഒരു എക്സ് സ്ക്വയറും കൂടി ഉണ്ടാവും. ഇനി എക്സിൻ്റെ സ്ക്വയറും കൂടി ഇവിടെ എഴുതും, പ്ലസ് ഇവിടെ ഒരു എക്സ് സ്ക്വയറും കൂടി ഉണ്ട്. അപ്പോൾ അതാണ് നമുക്കിവിടെ 2x² ഒറ്റ സ്റ്റെപ്പിൽ, ഒരു സ്റ്റെപ്പ് അവിടെ ഒഴിവാക്കിയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 196 - 28x പ്ലസ് എക്സ് സ്ക്വയർ, വീണ്ടും ഒരു എക്സ് സ്ക്വയർ ഉള്ളതുകൊണ്ട് രണ്ടും കൂടി ആഡ് ചെയ്ത് ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയതാണ് 2x² എന്ന്. ഈക്വൽ ടു 10² എന്ന് പറയുമ്പോൾ 100 എന്ന് കിട്ടും. അതിൽ നിന്ന് ആദ്യം എക്സ് സ്ക്വയറിൻ്റെ ടേം പിന്നെ എക്സിൻ്റെ ടേം അങ്ങനെ എഴുതുകയാണ്. അപ്പോൾ 2x² - 28x 196, 100നെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു ആദ്യം, അപ്പോൾ -100 എന്ന് കിട്ടി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 2x² - 28x 196 100 മൈനസ് ചെയ്തപ്പോൾ 96 എന്ന് കിട്ടി. ഈക്വൽ ടു നമുക്ക് 0 എന്ന് എഴുതാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഇക്വേഷനെ മൊത്തമായിട്ട് നമുക്ക് x² ഗുണകം 1 ആവണമെങ്കിൽ വർഗം തിരിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ മൊത്തം നമ്മളൊരു 2 കൊണ്ട് ഹരിച്ചു കൊടുക്കാം. അപ്പോൾ 2x² 2 ആയിട്ട് ഹരിച്ചാൽ ആ 2 ക്യാൻസലായി, വെറും x ഉള്ളൂ. ഇവിടെ 28xനെ -28xനെ നമ്മൾ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 28നെ 2 ആയിട്ട് ഹരിച്ചാൽ 14, x അതേപോലെ ഇട്ട് കൊടുക്കും. 96നെ 2 കൊണ്ട് ഹരിച്ചാൽ 48 ഈക്വൽ ടു 0. വർഗം തേക്കുന്ന രീതിയിൽ നമുക്ക് x² ടേമും എക്സിൻ്റെ ടേമേ പാടുള്ളൂ. സംഖ്യയെ എന്ത് ചെയ്യും? സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. x² - 14x ഈക്വൽ ടു -48. ഇനി നമ്മൾ ഇരുവശങ്ങളിലും ഒരു സംഖ്യ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി 14ൻ്റെ എക്സിൻ്റെ കൂടെയുള്ള സംഖ്യ 14, അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 7. ആ 7ൻ്റെ സ്ക്വയറാണ് നമ്മൾ ഇരുവശങ്ങളിലും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈക്വൽ ടു സമത്തിൻ്റെ അപ്പുറത്തുള്ള ഇത് ചെയ്താൽ -48 പ്ലസ് 7ൻ്റെ സ്ക്വയർ 49. ഇത് ചെയ്യുമ്പോൾ നമുക്ക് വലുതിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം, 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് x² - 14x പ്ലസ് 7² ഈക്വൽ ടു 1 എന്നാണ് കിട്ടിയത്. അപ്പോൾ അതിനെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇതിനൊരു പൂർണ്ണവർഗ്ഗമാക്കി എഴുതുകയാണ്. അപ്പോൾ ഫസ്റ്റും ലാസ്റ്റും ഉള്ളതിനെ സ്ക്വയർ ഒഴിവാക്കിയിട്ട് എഴുതും. അപ്പോൾ എക്സ് സെൻറ്ററിലുള്ള സൈന് മൈനസ് ആയതുകൊണ്ട് ഇവിടെയും മൈനസ് കൊടുക്കും. x - 7 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇപ്പുറത്ത് നമുക്ക് 1 എന്നാണല്ലോ കിട്ടിയേ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? വർഗം സ്ക്വയർ ഒഴിവാക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x - 7 ഈക്വൽ ടു +or-1 എന്ന് കിട്ടും. അപ്പോൾ x - 7 ഈക്വൽ ടു 1 എന്ന് എഴുതണം, x - 7 ഈക്വൽ ടു -1 എന്ന് എഴുതണം. അപ്പോൾ അതിൽ നിന്ന് x ഈക്വൽ ടു 1 + 7, x ഈക്വൽ ടു 8. അതുപോലെ x ഈക്വൽ ടു -1 + 7. ഈ -7നെ നമ്മൾ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ +7 എന്നായി ഇവിടെ. അപ്പോൾ നമ്മൾ വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടും. അപ്പോൾ നമുക്ക് x ഈക്വൽ ടു എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. അപ്പോൾ എക്സിന് ഇവിടെ 2 വാല്യൂസ് കിട്ടി, x ഈക്വൽ ടു 8ഉം x ഈക്വൽ ടു 6ഉം. അപ്പോൾ നമ്മുടെ ചതുരത്തിൻ്റെ ഒരു വശം 8 സെൻറ്റിമീറ്റർ ആയാൽ, ഒരു വശം നമുക്ക് 8 സെൻറ്റിമീറ്റർ ആയാൽ മറ്റേ വശം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 14 - x. 14 - 8 ഈക്വൽ ടു 6. ഈ x ഈക്വൽ ടു 8 എന്നുള്ളത് നമ്മളിവിടെ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 6 എന്ന് കിട്ടി. ഇനി ഒരു വശം 6 സെൻറ്റിമീറ്റർ ആയാൽ മറ്റേ വശം നമുക്ക് എത്ര കിട്ടുക? 14 - x ഈക്വൽ ടു 14 - 6
ഈക്വൽ ടു 8 എന്ന് കിട്ടും. അപ്പോൾ വികരണത്തിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ആയ ചതുരം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു ചോദ്യം. വികരണത്തിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ആയി നമുക്കൊരു ചതുരം നിർമ്മിക്കാൻ സാധിക്കുമോ എന്നായിരുന്നു ചോദ്യം. അപ്പോൾ അത് എന്ത് ചെയ്യാം, ഇതേ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഇനി അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ വികരണത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ ആയി ചതുരം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് നമുക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കാം. വികരണത്തിൻ്റെ നീളം 14 സെൻറ്റിമീറ്റർ ആയ ഒരു ചതുരം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന്. അപ്പോൾ ഇവിടെയും നമ്മൾ അതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി വികരണത്തിൻ്റെ നീളം എന്താക്കിയിട്ട് എടുക്കണം, 14 ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ വികരണത്തിൻ്റെ നീളം 14. അപ്പോൾ ബാക്കിയൊക്കെ ഇതേപോലെ തന്നെയാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ എന്ന് എഴുതി കൊടുക്കും. അപ്പോൾ അതേപോലെ നമ്മൾ ഇക്വേഷനൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് ഇങ്ങനെയാണ് കിട്ടിയത്. 2x² മൈനസ് 28x പ്ലസ് 196 മൈനസ് 196 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ 196 മൈനസ് ചെയ്തപ്പോൾ 0 ആയി. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, 2x² മൈനസ് 28x ഈക്വൽ ടു 0. അപ്പോൾ അതിനെ നമ്മൾ ആ ഇക്വേഷനെ ഒരു 2 കൊണ്ട് ഹരിച്ചാൽ ചെറുതാക്കണം. നമ്മൾ 2 ഒക്കെ ഉണ്ടെങ്കിൽ x² കൂടെ ഗുണകം 1 അല്ലെങ്കിൽ നമ്മൾ അതിനെ ചെറുതാക്കാൻ പറ്റുമോ നോക്കണം. അപ്പോൾ ഈ സമവാക്യത്തിനെ മൊത്തമായിട്ട് നമ്മൾ 2 കൊണ്ട് ഹരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2x² 2 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് x² കിട്ടി. 28 2 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 14 എന്നും കിട്ടി. അപ്പോൾ സാധാരണ ഇത് വേണമെങ്കിൽ നമുക്ക് വർഗ്ഗം തിരിക്കുന്ന ആ മെത്തേഡിലും ചെയ്യാം. പക്ഷേ സാധാരണ നമ്മൾ വർഗ്ഗം തിരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, x² മൈനസ് 14x ഈക്വൽ ടു സമത്തിൻ്റെ അപ്പുറത്ത് ഏതെങ്കിലും ഒരു സംഖ്യ ഉണ്ടാവും, സാധാരണ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് 0 ആണുള്ളത് അല്ലേ. അപ്പോൾ 0 ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ഒന്നുകിൽ വർഗ്ഗം തിരിക്കുന്ന ആ സെയിം മെത്തേഡിൽ തന്നെ ചെയ്തു പോവാം. പക്ഷേ ഇവിടെ 0 ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് എക്സിനെ പുറത്തെടുക്കാം. അപ്പോൾ എക്സിനെ പുറത്തെടുക്കുമ്പോൾ x² എക്സിനെ പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ x² എക്സ് കൊണ്ട് ഹരിക്കുക എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ x² എക്സ് കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്തേ ഉണ്ടാവുള്ളൂ, എക്സേ ഉണ്ടാവുള്ളൂ. ശരിക്കും നമ്മൾ ചെയ്യുന്ന ഈ പവറുകൾ തമ്മിൽ, ഘാതങ്ങൾ തമ്മിൽ കുറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. x² ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ x⁻1. അപ്പോൾ x⁻2 ഈ 2 1 മൈനസ് ചെയ്തിട്ട് നമ്മൾ എഴുതും. അപ്പോൾ 2 - 1 എന്ത് കിട്ടും, എക്സ് എന്ന് കിട്ടും. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ x² മൈനസ് 14x എന്ന് നമ്മൾ എക്സിനെ അങ്ങോട്ട് പുറത്തെടുക്കുകയാണ്. അപ്പോൾ x² എക്സ് പുറത്ത് പോന്നാൽ ബാക്കി ഒരു എക്സേ ഉണ്ടാവുള്ളൂ. പിന്നെ മൈനസ് ഇട്ട് 14x നമ്മൾ എക്സിനെ പുറത്തെടുത്താൽ ബാക്കി എന്താ ഉണ്ടാവുക, -14 ഈക്വൽ ടു 0. അപ്പോൾ x ഇൻറ്റു x മൈനസ് 14 ഈക്വൽ ടു 0 ആയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ x 0 ആവണം അല്ലെങ്കിൽ x മൈനസ് 14 0 ആവണം. അപ്പോൾ അത് നമ്മൾ എഴുതി കൊടുത്തു. അതേപോലെ x ഈക്വൽ ടു 0 അല്ലെങ്കിൽ x ഈക്വൽ ടു 14. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇങ്ങനെ ഒരു വികരണത്തിൻ്റെ നീളം 14 ആയ ഒരു ചതുരം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്കിപ്പോൾ ശരിക്കും എന്താ പറയുക, ഒരു ചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം 0 വികരണത്തിന് തുല്യമോ ആവുകയില്ല. നമുക്കിപ്പോൾ കിട്ടിയത് ഈ ഒരു ചതുരത്തിൻ്റെ വശം നമുക്ക് 14 എന്നാണ് കിട്ടിയത്. പക്ഷേ നമ്മൾ ആദ്യം ഈ ചതുരം എങ്ങനെയാണ് വരച്ച് വെച്ചിരുന്നത്, ഇവിടെ നമുക്ക് 14 കിട്ടി, വികരണം നമുക്ക് 14 കിട്ടി. ഒരു വശം നമുക്ക് 14 കിട്ടി, x ഈക്വൽ ടു 14 കിട്ടി, വികരണം എന്താ കിട്ടിയത്, 14 എന്നാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഒരു ചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം 0 അല്ലെങ്കിൽ വികരണത്തിന് തുല്യമോ ആവില്ല അല്ലേ. നമുക്ക് x ഈക്വൽ ടു 14 എന്നാണ് കിട്ടിയത്, പക്ഷേ വികരണത്തിൻ്റെ നീളം നമ്മൾ 14 എന്നാണ് എടുത്തത്. അപ്പോൾ ഇങ്ങനെ ഒരു വികരണത്തിൻ്റെ നീളം 14 വശങ്ങളുടെ നീളം 14 ആയിട്ടുള്ള ഒരു ചതുരം ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയാം, വികരണത്തിൻ്റെ നീളം 14 സെൻറ്റിമീറ്റർ ആയ ഒരു ചതുരം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് പറയാൻ സാധിക്കും.